അരി കുതിർക്കണ്ട, അരക്കണ്ട, ഉഴുന്നോ റവയോ ഒന്നും വേണ്ട. പിന്നുണ്ടല്ലോ ഫെർമെന്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുക. രാത്രി ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. 1 കപ്പ് അരിപ്പൊടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോ അധികം പുളിയില്ലാത്ത തൈര് ഒരു അരക്കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ദോശമാവ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഫെർമെന്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. ഇനിയിപ്പോ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ്. ഞാനിത് ഈ ഒരു ഷെസ്ത്രയുടെ തന്തൂരി ഓയിലാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ജസ്റ്റ് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ഭയങ്കര ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. ഒരു സ്മോക്കി ഫ്ലേവർ, കൂടെ ഒരു ഫെനുഗ്രീക്ക്, ടെർമറിക്, ജിഞ്ചർ, കൊറിയാണ്ടർ, കാർഡമം, അങ്ങനെ ഒരു 13 സ്പൈസസിന്റെ എക്സ്ട്രാക്റ്റിന്റെ ഒരു ബ്ലെൻഡ് ആണ് കേട്ടോ ഈ ഒരു. ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈവൻ കോട്ടിങ് കിട്ടും. മെസ് ഫ്രീ ആണ്. ഭയങ്കര എളുപ്പമാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ. ബാഗ് ഓൺ വാൾവ് ടെക്നോളജിയാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാഗിലാണ് ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എയറുമായിട്ടൊരു കോൺടാക്റ്റും ഇല്ല. ലോങ്ങർ ഷെൽഫ് ലൈഫ് കിട്ടും. മാത്രമല്ല ലാസ്റ്റ് സ്പ്രേ വരെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ദോശയിൽ മാത്രമല്ല ചിക്കനിലും വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്താൽ മതി. അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഇതാ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.